ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ ഉള്ളത് കോയമ്പത്തൂർ. അപ്പൊ നമ്മൾ ലോഡ് കയറ്റേണ്ട കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നോൾട്ട എന്ന് പറയുന്ന കമ്പനിയാണ്. നോൾട്ട കൊട്ടാരം. ഇത് അണ്ണാ ഇതിന്റെ അടുത്തേക്ക് പേരെന്നാണ്? മലമച്ചാമ്പട്ടി സിപ്കോ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പം എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മളിപ്പം ബാക്ക് ഗേറ്റിലേക്ക് പോകണമെന്നാണ്. ഇതാണ് നോൾട്ട കൊട്ടാരം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതേതോ മലയാളിന്റെ കമ്പനിയാണെന്ന് തോന്നുന്നുണ്ട്. കൊട്ടാരം എന്നെല്ലാം കാണുന്നുണ്ട്. മലുമിച്ചാമ്പട്ടി, കോയമ്പത്തൂർ, തമിഴ്നാട്. അതാണ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പോൾ ഇവിടെ വണ്ടി ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ 10 വീല് പോലെ വലിയ 18 ടൺ ഒന്നും ആയിരിക്കില്ല. ചിലപ്പം മാക്സിമം വന്ന ഒരു 6 or 7 അല്ലെങ്കിൽ 8 ടണ്ണേ വരും. കാരണം ഇത് 6 വീല് വണ്ടിയാണ്. പക്ഷേ കണ്ടെയ്നറിന്റെ ഹൈറ്റും ലെങ്ത് ഒക്കെ സെയിം ആണ്. 10 വീലിന്റെ അതേ സെയിം ആണ്. ഈ ബാറിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ബാർ ഇവിടെ മുട്ടുന്നതുകൊണ്ട് ഇങ്ങോട്ട് വണ്ടി അധികം ബാക്ക് വരാൻ പറ്റുന്നില്ല. ഈ ബാർ ഇവിടെ മുട്ടുന്നു. ഈ ബാർ താഴെയുള്ളതുകൊണ്ട് അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ ഇവരോട് ഞാൻ ആ ചാക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് സൈഡിൽ നല്ലോണം വരണം, എന്നാലേ ഇത് ഈ സ്റ്റെപ്പിനായിട്ട് ഇത് മാറി കിട്ടും. ക്യാപിറ്റലാണ് അപ്പോ ഇവര് ഇതെല്ലാം മാറ്റുന്നുണ്ട്. അപ്പൊ വണ്ടി കുറച്ചും കൂടി ഇങ്ങോട്ട് കയറാൻ വേണ്ടി സൈഡാക്കുന്നുണ്ട്. നമുക്കിപ്പോ ലോഡ് കയറ്റേണ്ടത് ഇതാ സാധനം. നോൾട്ടന്റെ കമ്പനിയായത്. നോൾട്ടന്റെ എന്തോ ഒരു സാധനം ഉണ്ടാകും. എന്താണെന്നറിയില്ല, ചോദിച്ചിട്ട് പറഞ്ഞുതരാം എന്താന്ന് സാധനം. ഇത് നോൺ സ്റ്റിക്കിന്റെ ഐറ്റംസാ? ഓക്കെ, നോൺ സ്റ്റിക്കിന്റെ എല്ലാ ഐറ്റംസും ഉണ്ടാ? അപ്പൊ ലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലോഡിങ് എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഏകദേശം ഇത്ര വരെ എത്തിയിട്ടുണ്ട് പണികളെല്ലാം. കുറച്ചും കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ ഇവര് ഇതുവരെ ലോഡായിട്ടുണ്ട്. അപ്പൊ ബാക്കി കുറച്ച് ഭാഗം അത് നിറയാനുണ്ട്. അപ്പൊ അവരത് പാക്കിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അതിന്റെ വെയിറ്റിംഗിലാണുള്ള ഇവരൊക്കെ. ഇതാണ് നോൾട്ടന്റെ ഫാക്ടറി കോയമ്പത്തൂരുള്ള. ഇപ്പം നമ്മുടെ വണ്ടിയൊക്കെ ലോഡായി റെഡിയായി ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. രാത്രിയായി, സമയം 8:20 ആയിട്ടുണ്ട്. കൊച്ചിയിലേക്കാണ് ലോഡ്. അപ്പം ബില്ലെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വണ്ടിയെടുത്ത് പോവുകയാണ്. രാത്രി 1:30 മണിയാകുമ്പോഴത്തേക്കും കൊച്ചിയിലെത്തിയിട്ടുണ്ട്. കാണാൻ പറ്റും ഇവിടെ ഷിപ്പ് യാർഡിന്റെ ഭാഗം. ഞാൻ പോകുന്നത് ഹാർബറിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഹാർബറിന്റെ അകത്തേക്ക് നമുക്ക് പോകണം. അവിടെയാണ് ഈ നോൾട്ടന്റെ ഗോഡൌണാ ഫാക്ടറിയാണ്. എന്തൊരു കുന്തമുള്ളത് അവിടെ. ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ വന്ന് പാർക്കുണ്ട് സൈഡില്. കായലിന്റെ തീരാണ് അതിനെന്തോ ആണ്. ആൾക്കാരൊക്കെ വന്നിങ്ങനെ വണ്ടിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാറ്റ് കൊള്ളുന്നുണ്ട്. പാർക്കുണ്ട് ഇവിടെ കായലിന്റെ തീരത്ത്. മൊത്തം നല്ല സീറ്റുകളൊക്കെ വെച്ചിരിക്കാനും ലൈറ്റും ഗാർഡനൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ചെടികളൊക്കെ നിരത്തി അലങ്കരിച്ചിട്ട് ചെറിയൊരു മറൈൻ ഡ്രൈവ് പോലെയൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട്. കാണുമ്പോ ഒരു ബേബി മറൈൻ ഡ്രൈവ്. ബസ്സിലൂടെ റെഡി ആയിട്ടിരിക്കുന്ന സ്വിഫ്റ്റ്. നല്ല ആളുണ്ട് അത്യാവശ്യം. സീറ്റിന് പുറമെ സ്റ്റാൻഡിങ്ങും ഉണ്ട്. അപ്പം നമുക്ക് പോകേണ്ട സ്ഥലം എത്താറായി. ഇവിടെ ഒരു ഡെഡ് എൻഡ് ആണ്.
അപ്പോൾ അവിടെ നമ്മൾ റൈറ്റ് എടുക്കണം. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലേക്ക് നമുക്ക് പോകേണ്ടത്, ഇതിൻ്റെ അകത്തേക്കാണ്. എന്താണ്, എത്രയാണ്? 32 രൂപയാ? ഇതെന്തിൻ്റെ? ഇത് കൊച്ചിൻ പോർട്ടിന്റെ റോളാ? നമ്മള് ഫാസ്റ്റ് ട്രാക്ക് പറ്റൂല? ഓക്കെ ഓക്കെ. ഏത് കാർഡാ? ഇല്ല നമ്മള്. അപ്പൊ ഇത് ഗൂഗിൾ പേ? ഓക്കെ ഓക്കെ. അപ്പൊ ഗൂഗിൾ പേ ചെയ്തു. അപ്പൊ നമ്മളങ്ങനെ കൊച്ചിൻ ഹാർബറിന്റെ അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കപ്പലാണെന്ന് തോന്നുന്നുണ്ട്. ആ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു വൈറ്റ് കളറിൽ കാണുന്നുണ്ട്. അതെ 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 അതെ, ഏതോ ഒരു പടക്കപ്പൽ. വിജനമായ വഴിയാണ്. ഇടത്ത് ഭാഗത്ത് ഒരുപാട് ഓയിലിന്റെ, എന്താ പറയാതിന്, വലിയ വലിയ ബാരലുകൾ. അതിന്റെ പേരെനിക്കറിയില്ല. ഓയിൽ സ്റ്റോറേജ്, അതായത് കപ്പലിൽ നിന്ന് വരുന്ന എണ്ണ എനിക്കൊന്ന് സംഭരിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അല്ല കപ്പലിലേക്ക് കൊണ്ടുപോകുന്നതാണോ എന്താണെന്നോ ഒരു ഐഡിയ ഇല്ല. ഏതായാലും ഇങ്ങോട്ട് വരുന്നതായിരിക്കുന്ന എൻ്റെ പൂർണ്ണ വിശ്വാസം. അറിയുന്നവർ കമന്റ് ചെയ്യണേ. ഇതൊരു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കോഡ്, FC കോഡാണ്, FCIന്റെ. കൊച്ചിൻ ഡിപ്പോ, കൊച്ചിൻ ഡിപ്പോ. ഇത് ഇവിടെ ഫാക്ട് അമോണിയ ഹാൻഡ്ലിംഗ്, അമോണിയ ഫാക്ടറിന്റെ. നമ്മളിങ്ങനെ 2 കിലോമീറ്റർ മുന്നോട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ. വിജനമായ സ്ഥലമാണ്. അദാനി സിമെന്റ്, അവിടെ ഒരു ബോർഡുണ്ട് അദാനി സിമെന്റിന്റെ. വിജനമായ, എക്സ്ട്രാ ലൈറ്റ് ഇടാം, നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലപ്പോൾ. കുറച്ചും കൂടി വ്യക്തമായി ആവുന്നുണ്ട് വിചാരിക്കുന്നത്. ഇതുവഴി ഞാൻ ആദ്യമായിട്ടാണ് ഈ വരുന്നത്. അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഈ റോഡിലേക്ക് വരുമ്പോൾ, ഇത് കാണുമ്പോൾ. ഇതെന്താണ് റൈറ്റ് സൈഡിൽ റെയിൽവേ സ്റ്റേഷനൊക്കെ പോലെ കാണുന്നത്? ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെ ഉണ്ട് ഈ കാണുമ്പോൾ. ഇത് ഫോർട്ട് കൊച്ചി റെയിൽവേ സ്റ്റേഷനായിട്ട് ആയിപ്പോയോ? കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഇത് റെയിൽവേ സ്റ്റേഷനാണ് സംഭവം. അങ്ങനെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. ബോർഡ് കാണുന്നുണ്ട് കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ. റോറോ ജെട്ടി എന്നിട്ട് അവിടെ കാണുന്നുണ്ട് വലത്തോട്ടേക്ക്. റോറോ ജെട്ടി. പകലാണെങ്കിൽ നമുക്ക് എല്ലാം പോയി കാണായിരുന്നു. ഇപ്പൊ രാത്രി ഒന്നും വിജനമായ സ്ഥലമാണ്. വിജനം. ആരോടോ ഒന്ന് ചോദിക്കാൻ തന്നെ പറ്റൂല, കാരണം ആരുമില്ല ഇവിടെ. അതാ വേറെ രസം. ഇത് ഫയർഫോഴ്സ്, കൊച്ചിൻ ഫയർഫോഴ്സ് തോന്നുന്നു. In 200 meters, turn right onto WDI 5th Cross Road. അപ്പോൾ 200 മീറ്റർ കൊണ്ട് നമ്മൾ വലത്തോട്ട് തിരിയാൻ പറയുന്നുണ്ട്. അപ്പൊ ഇവിടുന്നായിരിക്കും മിക്കവാറും വലത്തോട്ട്. Take the next right onto WDI 5th Cross Road, then you will arrive at your destination. ഓക്കെ, അവരിങ്ങോട്ട് വലത്തോട്ട് തിരിയാൻ പറയുന്നുണ്ട്. നോട്ട. ദർഗ സ്മൈൽ ഹൗസ്. You have arrived. ആഹാ, എത്തിയല്ലോ. ഇതാ നോട്ടന്റെ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്ന. നോട്ട എത്തിയിട്ടുണ്ട്, സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൊട്ടാരം ഇതന്നെ, നോട്ടന്റെ കമ്പനി എത്തി. ഇതാ കിടക്കുന്ന കിടപ്പ് കണ്ട വണ്ടികളൊക്കെ. ഇനി ഇവിടെ സെക്യൂരിറ്റി ഉണ്ടോ എന്ന് അറിയില്ല, അത് കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നും ആരും തന്നെ ഇല്ല.
വണ്ടികളൊക്കെ ഇങ്ങനെ കിടക്കുന്നതല്ലാണ്ട് സെക്യൂരിറ്റി പോലും ഇല്ല ഇവിടെ. അപ്പോൾ ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ഉറങ്ങേണ്ട കാര്യങ്ങൾ നോക്കാം. ഏകദേശം 2 മണിയായി. അപ്പോൾ രാവിലെ ഒരു 9-10 മണിക്ക് ലോഡ് ഇറക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഒരാളെ വിളിച്ചിരുന്നു ഇവിടുത്തെ കോണ്ടാക്ട് നമ്പറിൽ. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ പോകാനൊക്കെ. അപ്പോൾ ഇവിടെ തന്നെ HDFC ബാങ്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഉറങ്ങേണ്ട പരിപാടി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ തന്നെ ഒരു ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെ ജെട്ടീൻ്റെ അടുത്തുള്ള ബാത്റൂമിലേക്ക് വന്ന് ഫ്രഷായി കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായിട്ടുള്ളത്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും പുറകിൽ, അതാണ് ആ ജെട്ടിയിലേക്കുള്ള വഴി. അപ്പോൾ ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. അവിടെ വന്നിട്ടാണ് ഞാൻ ഇപ്പോൾ കുളിച്ചത്. അപ്പോൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് റെഡിയായി. ഇനി നേരെ ജെട്ടി ഭാഗത്തേക്ക് പോയി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പബ്ലിക് ടോയ്ലറ്റ്. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. കുളിക്കാനുള്ള മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് ഇതാക്കുക. ഇവിടെ ചായയും കുടിച്ചു. പുറകിലൊക്കെ ആൾക്കാർ നമ്മുടെ ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിലേക്കും പിന്നെ വൈപ്പിൻ, പിന്നെ ഇവിടെ പറഞ്ഞ ഫോർട്ട് കൊച്ചി, വൈപ്പിൻ, എറണാകുളം 3 സ്ഥലത്തേക്ക് പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഇവിടുന്ന്. അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടി അവർക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് തോന്നുന്നു ആൾക്കാർ ലഗേജിലായിട്ട് വരുന്നുണ്ട്. ഇതിനപ്പുറത്തോട്ട് സ്കൂട്ടറും കാറും ഒന്നും അലൗഡ് ഇല്ല. ഈ കാണുന്നത് കൊച്ചിൻ പോർട്ട് അതോറിറ്റി ഗസ്റ്റ് ഹൗസാണ്. ബോർഡ് കാണും, പക്ഷെ പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഗസ്റ്റ് ഹൗസ് ഇതാണ്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ജെട്ടി നമ്പർ 6. ഇവിടെ കപ്പലൊന്നും കാണുന്നില്ല. അങ്ങനെ എറണാകുളം കാണുന്നുണ്ട്. എറണാകുളം മറൈൻ ഡ്രൈവ് ഭാഗം തോന്നാ കാണുന്നത്. അങ്ങനെ ഈ സൈഡ് ഞാൻ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് ആദ്യമായിട്ടാണ്. അവിടെ ഒരു കപ്പലുണ്ട്, ശ്രേയസ് എന്ന് പറയുന്ന കപ്പൽ. കണ്ടെയ്നറാണ് ഇറക്കാൻ വന്നിട്ടുള്ളത്. കണ്ടെയ്നർ ഇറക്കാനോ കയറ്റാനോ പോർട്ടിൽ. അതാ കാണുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ്. അത്യാവശ്യം യാത്രക്കാരെല്ലാം കാണുന്നുണ്ട്. എപ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് അറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് പോകേണ്ട റോഡ്, പാലം അങ്ങനെ കാണാൻ പറ്റും. എറണാകുളത്ത് കണക്റ്റായിട്ടുള്ള പാലം. ഇവിടെ പെയിന്റിങ് ജോലിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജെട്ടീൻ്റെ പെയിന്റിങ് ജോലി നടക്കുക. ഇതിൻ്റെ സമയം ക്രമം തോന്നുന്നുണ്ട്. ബോട്ടുകൾ പുറപ്പെടുന്ന സമയം. ഒരു ചെറിയൊരു കപ്പൽ, നേവി കപ്പൽ പോലെ ഉണ്ട് കാണുമ്പോൾ. അതിൻ്റെ കളറ് കാണുമ്പോൾ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പേര് ശതാബ്ദി എന്നാണ് കാണുന്നത്. പിന്നെ ഒരു കോസ്റ്റലിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് ഒരു ബോട്ട്. കോസ്റ്റൽ ബോട്ടാണെന്നോ അല്ല പാസഞ്ചർ ബോട്ടാണെന്നോ അറിയില്ല. ഇത് ജെട്ടീൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ശതാബ്ദി കപ്പൽ, ചെറിയൊരു കപ്പൽ ഇങ്ങനെ ആ വഴിക്കും. പിന്നെ അങ്ങൊരു ജങ്കാറാന്ന് തോന്നുന്നുണ്ടത്. വൈപ്പിനോ അതെ നമ്മുടെ ഈ ഷിപ്പ്യാർഡ് ഭാഗത്തുള്ള സ്ഥലത്തേക്ക്
ആ ഭാഗത്തേക്ക് നീങ്ങി പോകുന്നുണ്ട്. ഇത് പാസഞ്ചർ ബോട്ട് തന്നെയാണ്, കേരള സർക്കാരിൻ്റെ പാസഞ്ചർ ബോട്ട്. പ്രാഗ എന്നതിന് പേരാണ്. FC05 മോഡൽ നമ്പർ ആയിരിക്കും. ആൾക്കാരൊക്കെ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. കുറേ പേര് ഇറങ്ങാനും നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളി സൗകര്യത്തിലാണ് ബോട്ടുള്ളത്. നമ്മുടെ കപ്പൽ ഇങ്ങോട്ട് പോകുന്നതിന് പേരിപ്പോൾ ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റി. നെഹ്റു ശതാബ്ദി എന്നതിൻ്റെ പേര്. ഈ ഭാഗങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. വാഹനങ്ങളൊന്നും പോകാൻ പറ്റില്ല, നടക്കാൻ പറ്റും. ബിൽഡിങ്ങുകളൊക്കെ പഴയ കാലത്തെ ബിൽഡിങ്ങാണ്. മരങ്ങളും അത്യാവശ്യം ഇരിക്കേണ്ട സീറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുമ്പേ ചെയ്താന്ന് തോന്നുന്നുണ്ട്. ഇതാ പുളിമരത്തിലൊക്കെ ഫുൾ പുളി നിറഞ്ഞു കിടക്കുന്നുണ്ട്. എൻ്റെ മോൾ ആയിഷക്ക് ഈ പുളി ഭയങ്കര ഇഷ്ടം. അവള് ഈ മരത്തുനിന്ന് പറിച്ചു കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിട്ട് എപ്പോഴും പറയും. നമ്മളവിടെ ഒന്നും കിട്ടാൻ ഈ പുളിമരം കുറവായതുകൊണ്ട് ഇപ്പം അത് ലഭ്യതയില്ല. പുളി വെച്ചിട്ടുണ്ട്. വീടായാലും മതിലൊക്കെ നല്ല, വീടിനും അതുപോലെ അവർ പെയിൻ്റൊക്കെ അടിച്ച് ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വയ്യെന്ന് തോന്നുന്നു, ഇന്ത്യക്കാരെന്ന് തോന്നുന്നു. ബോട്ടിന് വേണ്ടി ഓട്ടത്തിലുള്ള വേറൊരു ബോട്ടും കൂടി അവിടത്തേക്ക് അടുത്ത് വരുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറൊരു ബോട്ടും കൂടി അടുത്ത്, അതും ഇവിടെ അടുപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഈ ബോട്ട് പോയാൽ ആ ബോട്ടിനെ ഇവിടെ നിലയുറപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ബോട്ട് ഇവിടുന്ന് എടുത്ത് പോകലായി. ഒരാൾ പോകുമ്പോൾ ഒരാൾ അവിടത്തേക്ക് എത്തി. രണ്ട് ഭാഗത്തേക്ക് പോകുന്നതായിരിക്കാം. അത് രണ്ടും പോയപ്പോൾ അടുത്ത ബോട്ട് തയ്യാറായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് ബോട്ടുണ്ട് തോന്നുന്നുണ്ട് സർവീസ്. അടുത്ത ആൾ വരുന്നുണ്ട്. ബോട്ടിലൊക്കെ അത്യാവശ്യം നല്ല യാത്രക്കാരുണ്ട്. സീറ്റൊക്കെ ഫുള്ളാണ്. ഇത് FC1 എന്നാണ് ഈ ബോട്ടിൻ്റെ നമ്പർ കാണുന്നത്. അപ്പോൾ ഇത് മോഡലെല്ലാം തോന്നുന്നുണ്ട്. ഓരോ ബോട്ടിനുള്ള നമ്പറാന്ന് തോന്നുന്നുണ്ട്. ഇവർക്ക് ഓരോ വണ്ടിക്കുള്ള രജിസ്ട്രേഷൻ പോലെ ഉള്ള നമ്പറാന്ന് തോന്നുന്നുണ്ട്. ഇതാ ഈ വരുന്നത് FC3. നേരത്തെ FC5 ആയിരുന്നു നമ്മൾ ആദ്യം കണ്ടത്. ഇതിപ്പോൾ FC3 ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് പോകുന്നത്. FC3 ഇടത്തോട്ട് പോകുമ്പോൾ FC1 ജെട്ടിയിലേക്ക് അടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ FC5 അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ കപ്പലിൻ്റെ നെഹ്റു ശതാബ്ദി കപ്പലിൻ്റെ സൈഡിലേക്ക് കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമായത് ഇവിടെ കേട്ടോ. FC3 അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും അടുത്തൊരാൾ, വേറൊരാൾ റെയിൻബോ എന്ന് പറയുന്നൊരു ഉല്ലാസ ബോട്ട് വരുന്നുണ്ട്. അതിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കൊന്നും ഇത് കടലിലേക്ക് പോയിട്ട് വ്യൂ കാണിക്കുന്ന ബോട്ടാണെന്ന് തോന്നുന്നുണ്ട്. മുകളിലൊക്കെ ഡക്കിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത്. റെയിൻബോ സൂര്യോദയം കണ്ടിട്ട് വരുന്നതായിരിക്കാം. അതാണ് താഴെ ആളില്ല എന്ന് പറയാം. ആൾക്കാരൊക്കെ മുകളിലാണ് കാണുന്നത്. അപ്പോഴേക്ക് ഇവിടെ വേറൊരു ബോട്ട് വന്നിട്ടുണ്ട്. അതൊരു ഈ മോഡലേ വ്യത്യാസമാണ് ഈ ബോട്ട് കാണുമ്പോൾ. അതും പാസഞ്ചർ ബോട്ടാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അവിടെ ജെട്ടിയിൽ വന്ന് എടുത്തിട്ടാണ് ആൾക്കാരെ കൊണ്ട് പോകുന്നത്. AC ബോട്ടാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഫുൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടാണ് കാണുന്നത്. അതിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ AC ബോട്ടാണ്. കാരണം ACൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ്സ് ഒക്കെ പുറത്ത് കാണുന്നുണ്ട് അതിൻ്റെ. അപ്പോൾ അത് അവിടുന്ന്, ഇതിൻ്റെ പേര് വേഗ 120. അപ്പോൾ AC ഫ്രണ്ടിൽ AC ഉള്ളൂ, ബാക്കിൽ ഓപ്പണാണ് അതിൻ്റെ. അപ്പോൾ ഉല്ലാസ ബോട്ട് അവർ ഉല്ലസിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അവർ തിരിച്ച് എനിക്കൊന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും.
ഈ ബോട്ടുകൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. ഷട്ടിൽ സർവീസാണ് എനിക്ക് തോന്നുന്നത്. ഷട്ടിൽ സർവീസാണ് തോന്നുന്നുണ്ട്. കാരണം ഒന്ന് പോകുമ്പോൾ ഒന്ന് വരുന്നുണ്ട് കറക്റ്റ്. വഴിയിലൊക്കെ കൊന്നമരത്തിൽ നിന്ന് വേണം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നിലയൊക്കെ നല്ല മഞ്ഞ പൂക്കൾ കൊണ്ട് ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു accompanied by his daughter and grandsons traveled in this launch from Kottayam to Alappi in 1952. Srimati in 1966. Srimati Indira Gandhi used this launch in Cochin backwaters. She also tried her hand at navigation on 17th September 1986. This launch carried Sri Rajiv Gandhi and his wife Mother Teresa used this launch on 6 January 1988. അപ്പോൾ ഇത് മൂന്ന് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു, പ്രസിദ്ധരായ ആൾക്കാർ, പിന്നെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, പിന്നെ മദർ തെരേസ വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഇതിൻ്റെ സ്റ്റെയറിങ്ങിലൊന്ന് ഓടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ബോട്ടിൻ്റെ ചെറിയൊരു ബോട്ടാണ്, പക്ഷെ നല്ല അലങ്കരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും മോശമാവാതെ മ്യൂസിയം പോലെ അവർ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇത് പഴയ കാലത്തെ ക്യാബിനൊക്കെ നല്ല മരം ഇപ്പോഴും നല്ല സുരക്ഷിതമായിട്ടുണ്ട്. പോളിഷൊക്കെ ചെയ്ത് നല്ല ഒന്നും കൂടി ഭംഗിയാവും. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. വീഡിയോൻ്റെ ലെങ്ത് കൂടുന്ന കാരണം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തിയാണ് തൽക്കാലം. ഇനി ബാക്കി ഈ വെല്ലിംഗ്ടൺ ഐലൻഡിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.